ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ ചെമ്മീൻ നമ്മൾ ഏറ്റവും ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഈ വറുത്തെടുത്ത ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 20 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ തക്കാളി നമ്മൾ ചേർക്കാറില്ല. പക്ഷേ ചെമ്മീൻ അച്ചാറിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അച്ചാറാകുമ്പോൾ കുറച്ച് നല്ല എരിവ് വേണം, അപ്പോഴായിരിക്കും അച്ചാറിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ മുളക് പൊടിയിൽ നിന്ന് കുറച്ചും മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ചും നമ്മൾ ഈ ചെമ്മീനിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം ചെമ്മീൻ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ ഫ്രഷ് ആയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഉലുവ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ എണ്ണ ഒഴിക്കാണ്ട് ഉലുവ നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കായം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് എണ്ണയിൽ ഇട്ടിട്ട് കായം നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് കായം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഉലുവ ഒട്ടും കൂടരുത്. ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ചെറുതായിട്ടൊരു കൈപ്പരസം വരും. പിന്നെ വേണ്ടത് കടുകാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയോടെയും ചേർക്കണം. കറിവേപ്പിലോടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പിന്നെ അച്ചാറിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറാണ് ചേർക്കുന്നത്. അത് നമ്മുടെ അച്ചാറിൻ്റെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ചെമ്മീൻ അച്ചാറൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കത് എങ്ങനെ അച്ചാറാക്കാന്ന്. ഇനി നമുക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ചെമ്മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ നമുക്ക് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ഈ ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇപ്പോൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെമ്മീൻ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ചെമ്മീനിലേക്ക് കുറച്ച് വെള്ളവും തെളിച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും മസാല ചെമ്മീനുമ്പോൾ നന്നായിട്ട് പിടിക്കുക. ഈ ചെമ്മീൻ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെമ്മീൻ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചീൻചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചെമ്മീൻ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. തീ അധികം കൂട്ടിയിടരുത്. തീ അധികം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കാം. ഈ ചെമ്മീൻ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. ഇപ്പോൾ ചെമ്മീൻ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ചെമ്മീനിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടണ്ട, നേരിട്ട് പ്ലേറ്റിലേക്ക് ഇടാം. ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. സാധാരണ നമ്മൾ എന്തെങ്കിലും നമ്മൾ വറുത്തത് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്കാണ് നമ്മൾ ഇടുക. ഇത് അച്ചാറൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് എണ്ണ വേണം അച്ചാറിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള ചെമ്മീനും കൂടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ചെമ്മീനും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ എണ്ണയുടെ അടിയിൽ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ആ മസാലയും കൂടി എടുത്ത് മാറ്റാം. നമ്മുടെ വറുത്തെടുത്ത ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഈ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിം വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം.
കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം. ഈ ഉണക്കമുളകും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തേണ്ടത്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പം മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചെമ്മീൻ നമ്മൾ വറുത്തപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തക്കാളി നമ്മൾ നന്നായിട്ട് വേവിക്കണം. തക്കാളി നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഉലുവയുടെ പൊടി ചേർക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. നമുക്ക് അച്ചാറിലേക്ക് പുളിക്ക് ആവശ്യത്തിന് വിനീഗർ ചേർക്കാം. ചെമ്മീൻ അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് വിനീഗർ വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് വിനീഗർ ചേർക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയൊക്കെയും ഈ മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഈ പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിനീഗർ ചേർക്കാം. ഈ വിനീഗർ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അച്ചാറൊന്ന് ചൂടാക്കിയാൽ മതി. നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം.